ഗുഡ് മോർണിംഗ് കുഞ്ഞ്. മോർണിംഗ്. കൃഷ്ണൻകുട്ടി പറഞ്ഞു കുഞ്ഞിന് റോസാ ചോടൊരു വലിയ കമ്പമാണ്. ഇതാ ഇത് പുതിയ റോസ. നമുക്ക് ഈ തോട്ടം കാര്യമായി മൂടി പിടിപ്പിക്കണം. അതിനെന്താ ചെയ്യാലോ? അടുക്കളയിലൊരുത്തിന്റെ അഭ്യാസ പ്രകടനം നടക്കുക. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതാ പിടി. ക്ഷമിക്കണം. എന്തോ ക്ഷമിക്കാൻ? കല്ലെടുത്തെറിഞ്ഞിട്ട് ക്ഷമിക്കണമെന്നോ? ഞാൻ വിചാരിച്ചു ശശിചേട്ടനാണെന്ന്. ആണെങ്കിൽ എന്താ കല്ലെടുത്തെറിയോ? അറിയാതെ. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഒരബദ്ധം പറ്റിപ്പോയി. പുതിയ തോട്ടക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ലായിരുന്നു. ശോഭയോ? എന്താ രാവിലെ തന്നെ? ജാനകിയമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇന്നും നാളെയും വരില്ല എന്ന് പറഞ്ഞു. ഭഗവാനെ, ഇപ്പൊ 2 ദിവസത്തേക്ക് ഫുഡ് പ്രോബ്ലം കാണുമല്ലോ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അത് ഞാൻ ശശിചേട്ടനാണെന്ന് കരുതി ഈ പുതിയ തോട്ടക്കാരനെ. തോട്ടക്കാരനോ? ഇത് ഓ, തോട്ടം സൂപ്പർവൈസർ. തോട്ടക്കാരൻ വേറെ, തോട്ടം സൂപ്പർവൈസർ വേറെ. ഈ തോട്ടത്തിന്റെ മാത്രമല്ല, മേനോ സാറിന്റെ എല്ലാ തോട്ടത്തിന്റെയും സൂപ്പർവൈസർ പുള്ളിക്കാരനാ. ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നുമല്ല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാ. എന്റെ പേര് രാജു. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ പോട്ടെ. ആ, പൊക്കോ പൊക്കോ. ഇന്നിച്ചിരി കുറവുണ്ട്. എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം. നല്ല സുഖമുണ്ടെന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി. അവിടെ എന്റെ കാര്യമൊക്കെ അവർ ഭംഗിയായി നോക്കുന്നുണ്ട്. ആ, എന്നാ ഇറങ്ങട്ടെ. ശരി കുഞ്ഞെ. അപ്പോഴേ ജാനകിയമ്മ അവിടെ വരില്ല എന്നുള്ള വിവരം അവിടെ ഒന്ന് പറഞ്ഞതാരാ? ആ കൊച്ചു ഇവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ? ആ കാണുന്ന വഴിയെ വലത്തോട്ട് പോകുമ്പം 2ാമത്തെ വീടാ. എന്താ കുഞ്ഞെ കാര്യം? ഒന്നുമില്ല. അതല്ല, എന്തോ. അത് ഒന്നുമില്ലെന്നേ. രാജു, എന്താ ഇവിടെ? ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാ. ജാനകിയമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറിപ്പോന്നെ ഞാൻ കണ്ടല്ലോ. അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ പോട്ടെ. അപ്പോഴേ കൃഷ്ണകുട്ടി, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യേ, അത് കുട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. മോശം മോശം. ജനറൽ നോളജിന്റെ കാര്യത്തിൽ കുട്ടൻ എത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. അതായത് ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇതാണോ വലിയ കാര്യമായി പറഞ്ഞുകൊടുക്കുന്നത്? പ്ലീസ് വെയിറ്റ്. പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവളുടെ സാമീപ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഒരു കാര്യം ചോദിച്ചാ കൃഷ്ണകുട്ടി സത്യം പറയോ? അതെ, സത്യം പറയാം, സത്യം പറയാം. എന്റെ അമ്മയാണ് സത്യം, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ സത്യം പറയും. കൃഷ്ണകുട്ടി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടോന്നാ ചോദിച്ചത്.
ആരാ? ഒരു പെൺകുട്ടിയെ. അതാരാ? അപ്പുറത്തെ വീട്ടിലെയാ. പേര് തിലോത്തമ. ഞാൻ തിലൂന്ന് വിളിക്കും. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞാ അത് ആർക്കും അറിയില്ല, തിലൂല് പോലും. ആ പിന്നെ ഞങ്ങളുടെ ബന്ധം വളരാതിരിക്കുന്നുള്ള പ്രധാന കാരണം അവളുടെ തന്തയാ, ദുർഗാദാസ്. അത് കഷ്ടമാണല്ലോ. പിന്നെ അയാൾക്ക് വേറെ കുഴപ്പം കൂടിയുണ്ട്. നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് നോവലുണ്ട്, അത് വായിച്ച് 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 അയാൾക്ക് അരവട്ടായി പോയി. എന്റെ ദൈവമേ, അയാൾക്ക് മുഴുവട്ടാക്കി തരണമേ. മോളെ തിലോത്തമേ, അപ്പൊ ഞാൻ ഓഫീസിൽ പോകും. ആര് വന്ന് കഥ തട്ടിയാലും നീ കഥ തുറക്കരുത്. ഞാൻ മുട്ടിയാൽ പോകും. ഞാനിങ്ങനെ ഇങ്ങനെ 2 പ്രാവശ്യം ശബ്ദം ഉണ്ടാകും. അതാണ് എന്റെ അടയാളം. മനസ്സിലായോ? അതടക്കി അതടയ്ക്കാൻ. എന്താ ഞാൻ പറഞ്ഞില്ലേ കഥയിൽ തട്ടിയ തുറക്കരുതെന്ന്? ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ തുറക്ക, ഇപ്പൊ അടയ്ക്ക. ദുർഗാ സാറുണ്ടോ? അയ്യോ, ഇപ്പൊ ഓഫീസിൽ പോയതേ ഉള്ളൂ. പോന്ന് കണ്ടിട്ടാ ഞാൻ വന്ന്. ഇത് ഞാൻ തിരുവിന് വേണ്ടി കൊണ്ടുവന്നതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ. ആ തിരു, ഒരു കാര്യം പറയാൻ കൂടി ഞാൻ വന്നത്. അതായത് ഇന്നാളെ ഞങ്ങൾ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുമ്പോ ഷട്ടിൽ മതിലിന്റെ പുറത്ത് വന്ന് വീണു. അതെടുക്കാനായി ശിശു മതിലിൽ കയറിയപ്പോ അവനെ ഷോക്ക് അടിച്ചു. ഇപ്പൊ അവൻ ആശുപത്രിയില്ല. അയ്യോ. പിന്നീട് അറിഞ്ഞ തിലുവിന്റെ അച്ഛനാ മതിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചതെന്ന്. തിലുവിനെ കരുതിയാ ഞങ്ങളൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് പുള്ളിക്കാരോട് സൂക്ഷിച്ചിരിക്കാൻ പറയണം. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ. എന്താ? ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് ചേരാനാണ്. പേരെന്താ? രാജു. ഏത് സമയത്ത് വരുന്ന സൗകര്യം? പിന്നെ ഈ സമയത്ത് വരുന്ന എനിക്ക് സൗകര്യം. അയ്യോ, ഈ ബാച്ചിൽ സീറ്റ് ഒഴിവില്ലല്ലോ. ഇതാ കണ്ടില്ലേ, വൈകുന്നേരം 5 മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലിയും ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യാ? 5 മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ. അത് മാത്രമല്ല, വൈകുന്നേരത്തെ വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനയും കുളിരും വരും. ഈവനിങ് അലർജി എന്ന് പറയുന്ന ഒരുതരം പുതിയ അസുഖമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ശോഭ ലോവർ പാസ്സായതല്ലേ? നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ 5 മണിക്കുള്ള ക്ലാസ്സിൽ വന്നാൽ മതി. ശരി ടീച്ചർ. രാജു, നാളെ മുതൽ ഈ സമയത്ത് വന്നോളൂ. എന്താ ആലോചിക്കുന്നത്? ഈ ഈവനിങ് അലർജി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ അസുഖമല്ലേ? ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണൂ. അതുകൊണ്ട് ഞാനും 5 മണിക്കുള്ള ക്ലാസ്സിൽ വരാം. ദേവി അനുഗ്രഹിക്കണേ, കരുണാമയി.
മഹാലക്ഷ്മി രക്ഷിക്കണേ. ആഗദൈവങ്ങളെ, ശക്തി സ്വരൂപിണി, മഹാമായേ രക്ഷിക്കണേ. എക്സ്ക്യൂസ് മീ, സെക്കൻഡ് പീരീഡ് ക്ലാസ്സിൽ എവിടെയാണ്? അവിടെയാണ്. ഇന്ന് സമരമായതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം വിട്ടു. ഇന്ന് സമരമാ. നേരത്തെ കാലത്ത് എല്ലാവർക്കും പോകാം. ആര് പോകാനാ? ഇയാൾ ഈ കോളേജിൽ പഠിക്കുകയാണോ? അതെ. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് DC കെമിസ്ട്രിയാ. അനിൽ 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 ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അനിൽ സെക്കൻഡ് DC കെമിസ്ട്രിയിലല്ലേ പഠിക്കുന്നത്? അതെ. അനക്കണ്ട. ഇപ്പൊ നോക്കണ്ട. ആ ജുബാക്കാരൻ പയ്യനെ ശ്രദ്ധിച്ചു. അവൻ അനിലിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? എന്റെ ക്ലാസ്സിലല്ലേ? ആ പോയിക്കോ പോയിക്കോ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഇയാളോ? അല്ല, താങ്കൾ തന്നെ. വരണം. ഞാനോ? വരണം വരണം മിസ്റ്റർ. ഇയാൾ സെക്കൻഡ് DC കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ ഞാൻ സെക്കൻഡ് DC സുവോളജി എന്നല്ലേ പറഞ്ഞത്? കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരാം. പോട്ടെ. എന്താ രാവിലെ? ജാനകിയമ്മ എന്നെ അന്വേഷിക്കുന്നു പറഞ്ഞു. ജാനകിയമ്മയല്ല, ഞാനാ ശോഭയെ കാണണമെന്ന് പറഞ്ഞു വെച്ചത്. രാജു? അതെ. ഒരു പ്രധാന കാര്യം ശോഭയോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യമൊന്നും വലിയ പിടിയില്ല. എന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ വളച്ചിട്ടില്ല ശോഭയോട് പറയാം. സിനിമയിലും നോവലും ഒക്കെ മാത്രം നടക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നു. ശോഭയെ കണ്ട ആദ്യ നിമിഷം തന്നെ ഇതാണ് ആഫ്രിക്കൻ റോസ്. ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഇലയേക്കാൾ ഭംഗി ഇതിന്റെ പൂവിനാണ്. പിന്നെ ഇത് എന്താ വച്ച ഇവിടെ? അതായത് ശോഭയ്ക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഇനി പിന്നീടാകട്ടെ. എന്നാ ശരി. പിന്നെ ഇതാണ് നമീബിയൻ റോസ്. കേറി വരാൻ കണ്ടൊരു സമയം.